വികസനത്തിന് കോട്ടം തട്ടാതെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദൂഷ്യങ്ങളെ നേരിടാനുള്ള ദേശീയ കാലാവസ്ഥാ വ്യതിയാന രൂപരേഖ 2050 UAE മന്ത്രിസഭ അംഗീകാരം നൽകി. രൂപരേഖ സംബന്ധിച്ച വിവരങ്ങൾ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ആൽ മക്തൂം ട്വിറ്ററിൽ പങ്കുവച്ചു. സുസ്ഥിര വികസനത്തിനുള്ള UAEയുടെ സന്നദ്ധതയെ ഊന്നിപ്പറയുക, രാജ്യത്തെ ജീവിത നിലവാരം ഉയർത്തുക, മുൻഗണനകളെ തിരിച്ചറിയുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. പൊതു സ്വകാര്യ മേഖലകളുടെ സഹകരണം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യവും രൂപരേഖയ്ക്കുണ്ട്. വൈവിധ്യപൂർണവും നവീനവും കാലാവസ്ഥയെ ഉൾക്കൊള്ളുന്നതുമായ സമ്പദ്വ്യവസ്ഥയും ഉയർന്ന നിലവാരമുള്ള ജീവിതം നേടുകയെന്ന അഭിലാഷത്തോടെയുള്ള ദേശീയ കാലാവസ്ഥാ വ്യതിയാന രൂപരേഖ 3 കർമ്മപദ്ധതികളാണ് മുന്നോട്ട് വെക്കുന്നത്. സുസ്ഥിര സാമ്പത്തിക വളർച്ച നിലനിർത്തുന്നതോടൊപ്പം ഹരിതഗ്രഹ വാതക ബഹിർഗമനം നിയന്ത്രിക്കുക എന്നതാണ് ഇതിൽ ഒന്നാമത്തേത്. അപകടങ്ങൾ കുറച്ച് കാലാവസ്ഥയ്ക്ക് അനുകൂലമായ രീതി കൈക്കൊള്ളുക എന്നതാണ് രണ്ടാമത്തേത്. നവീന മാർഗങ്ങളിലൂടെ UAEയുടെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് മൂന്നാമത്തെ കർമ്മപദ്ധതി. UAEയുടെ ഹരിത മുന്നേറ്റത്തിന്റെയും സുസ്ഥിര വികസനത്തിന്റെയും ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ളതാണ് ദേശീയ കാലാവസ്ഥാ വ്യതിയാന രൂപരേഖ. മീഡിയ 1 അബുദാബി.